ദേ, എന്നെ പറഞ്ഞ മയക്ക് കൂടെ കിടത്തിയിട്ട് ഇപ്പം അറിയില്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ വീടിൻ്റെ മുന്നിൽ കെട്ടി തൂങ്ങി ഞാൻ ചാവും. അർജുൻ്റെ വീടിന് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് രേഷ്മ അലറി. അവൾ വികാരഭരിതയായി. അവൾക്കൊപ്പം വന്ന രേഷ്മയുടെ ആങ്ങള രാഹുൽ കലിയോടെ മുഷ്ടികൾ ചുരുട്ടി എന്തിനും തയ്യാറായിരുന്നു. അടുക്കളയിൽ നിന്നും ബഹളം കേട്ട് കയ്യിൽ ചട്ടുകവുമായി ഇറങ്ങി വന്ന അർജുൻ്റെ ഭാര്യ അഞ്ജന നിറ കണ്ണുകളോടെ അവനെ നോക്കി. ഇല്ല അഞ്ജന, എനിക്കവരെ അറിയില്ല, സത്യമായിട്ടും അറിയില്ല. അർജുൻ അഞ്ജനയെ നോക്കി കെഞ്ചി. ഒന്നും അറിയാതെയാണോ ഏട്ടാ ഒരു പെണ്ണ് ഭാര്യയുടെ മുന്നിൽ വന്ന് അവളുടെ ഭർത്താവ് ആ പെൺകുട്ടിയെ വഞ്ചിച്ചു എന്ന് പറയുന്നത്? അഞ്ജനയുടെ ചോദ്യത്തിന് അർജുൻ മൗനം പാലിച്ചു. അങ്ങനെയൊന്നും ചോദിച്ചാ അവൻ പറയില്ല ചേച്ചി. ഞാൻ ഗൾഫിലായിരുന്ന സമയം ഇവൻ എൻ്റെ പെങ്ങളെ വശീകരിച്ച് നശിപ്പിച്ചതാണ്. നീ ഇവളെ കെട്ടാമെന്നും വാക്ക് കൊടുത്തതല്ലേടാ. എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ ഇവരെ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. എൻ്റെ പൊന്നു ദൈവമേ, എന്നാ കള്ളാ നിങ്ങൾ പറയുന്നത്? രേഷ്മ ഞെട്ടലോടെ പറഞ്ഞു. ശേഷം അഞ്ജനയെ നോക്കി. കഴിഞ്ഞ 3 ദിവസം ഇയാൾ എവിടെയായിരുന്നു ചേച്ചി? ഓഫീസിൽ നിന്നും എന്തോ എമർജൻസി യാത്ര. അത്രയും പറഞ്ഞ് അഞ്ജന അർജുനെ നോക്കി. ഉണ്ടാ, ഇയാൾ എൻ്റെ കൂടെ ആയിരുന്നു. അഞ്ജന ഞെട്ടിത്തരിച്ചു നിന്നു. ദേ പെണ്ണെ, എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. അർജുൻ കലിതുള്ളി. എന്നാടാ കൈ ചൂണ്ടി സംസാരിക്കുന്നേ? രാഹുൽ ദേഷ്യപ്പെട്ടുകൊണ്ട് വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറിയതും, രാഹുൽ നിർത്തൂ, ഞാൻ സംസാരിച്ചോളാം. ശേഷം അഞ്ജനയ്ക്ക് നേരെ തിരിഞ്ഞു. ചേച്ചി, കഴിഞ്ഞ 6 മാസമായി ഞങ്ങൾ അടുപ്പത്തിലാണ്. ആദ്യം എന്നെ കെട്ടിക്കോളാം എന്ന് പറഞ്ഞു. പിന്നെയാണ് ഇയാൾ കെട്ടിയതാണെന്ന് ഞാൻ അറിയുന്നേ. അത് കഴിഞ്ഞ് എന്നെ പറഞ്ഞു മയക്കി അവസാനം വരെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പിന്നെ എന്നെ പരമാവധി യൂസ് ചെയ്തു. ചേച്ചിയുടെ ജീവിതം ഞാൻ കാരണം തകർക്കണ്ട എന്ന് കരുതി ഞാൻ ഒന്നിനും വാശി പിടിക്കാൻ നിന്നില്ല. പിന്നെ പതിയെ വരാതെയായി, ഫോൺ എടുക്കാതെയായി. ഒടുവിൽ ഞാൻ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ എന്നെ സുഖിപ്പിക്കാൻ കഴിഞ്ഞ 3 ദിവസം എൻ്റെ കൂടെ വന്നേ. എന്നിട്ട് അവിടുന്ന് പോരാ നേരം ഒരു ഡയലോഗ്. ഇതോടെ അവസാനിപ്പിക്കണം. ഇനിയും അഞ്ജനയെ ചതിക്കാൻ എനിക്ക് കഴിയില്ല എന്ന്. ഞാനൊരു പെണ്ണല്ലേ, എനിക്ക് ചങ്ക് തകർന്നു പോയി. എനിക്ക് വിഷമം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഞാൻ എല്ലാം എൻ്റെ ആങ്ങളയോട് പറഞ്ഞു. ഇനി ചേച്ചി തന്നെ പറ, ഞാൻ എന്നതാ ചെയ്യേണ്ടത്? എൻ്റെ പെങ്ങളെ വിഷമിപ്പിക്കാനും വഴിയാധാരമാക്കാനും നോക്കിയാൽ നടക്കില്ല. ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ വേറെ നിവർത്തിയില്ല ചേച്ചി, ക്ഷമിക്കണം. അഞ്ജന അർജുന് നേരെ തിരിഞ്ഞു. ഈ പെൺകുട്ടി പറഞ്ഞതൊക്കെ സത്യമാണോ? അപ്പോൾ രാത്രികളിൽ നിങ്ങൾ പാത്തും പതുങ്ങിയും മെസ്സേജ് അയക്കാറുള്ളത് ഇവക്കാണോ? അർജുന് കലി വന്നു തുടങ്ങി. രേഷ്മയും രാഹുലും പരസ്പരം നോക്കി. പറയടോ, തൻ്റെ ചെറ്റത്തരം എല്ലാവരും കേൾക്കട്ടെ, പറയാൻ. അഞ്ജന അലറി. അതേടി, ഇവക്ക് തന്നെയാ. നിനക്ക് എന്നെ ഇപ്പോ? ഓ, എന്നെക്കാളും എന്നതാടാ നാറി ഇവക്ക് കൂടുതലുള്ളത്? അവൾ ദേഷ്യത്തിൽ അർജുൻ്റെ ഷട്ടിൽ കയറി പിടിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ രേഷ്മയും രാഹുലും ഞെട്ടലോടെ നിന്നു. അഞ്ജനയുടെ കൈ തള്ളി മാറ്റിക്കൊണ്ട് അർജുൻ അലറി. സുഖിപ്പിക്കാനുള്ള കഴിവ് നിനക്കതില്ല, അത്ര തന്നെ. ഒരു നിമിഷം എല്ലാവരും മൗനമായി. അഞ്ജനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. രേഷ്മ രാഹുലിനെ നോക്കി. രാഹുൽ കണ്ണുകൊണ്ട് എന്തോ ആക്ഷൻ കാണിച്ചു. അതെ, രേഷ്മ പറയാൻ തുടങ്ങിയതും നീ മിണ്ടാതിരിക്കടി, അർജുൻ അലറി. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാ പോലീസിനെ വിളിക്കും ഞാൻ. നീ ഇപ്പോൾ ഇറങ്ങിക്കോണം ഈ വീട്ടിൽ നിന്ന്. ഇതെൻ്റെ അച്ഛൻ പണിഞ്ഞു തന്ന വീടാ. എൻ്റെ ചിലവിൽ കഴിഞ്ഞിട്ട് ആ കൊഴിപ്പിളക്കാൻ വേറെ അവളുമാരുടെ മേൽ കുതിര കയറാൻ പോകുന്നവൻ ഇനി ഇവിടെ വേണ്ട. അഞ്ജന കണ്ണുകൾ തുടച്ച് ഉറച്ച തീരുമാനത്തോടെ പറഞ്ഞു. പോവാടി, അല്ലേലും ഞാൻ പോവാൻ തീരുമാനിച്ച് തന്നാ നിന്നെ. ഇതിലേക്ക് എൻ്റെ കയ്യിൽ നിന്നൊരു 10 ലക്ഷം ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങ് തന്നാ ഇപ്പം ഞാൻ പൊക്കോളാം. ആർക്ക് വേണ്ട നാറി നിന്റെ പൈസ? ഇപ്പം തരാം, ഇപ്പം തന്നെ എടുത്തു തരാം. നീ പോയി സൂയിക്കടാ. അഞ്ജന കലിയോടെ പണം എടുക്കാൻ അകത്തേക്ക് പോയി. എൻ്റെ പൊന്നു സാറേ, ക്ഷമിക്കണം. സാറിൻ്റെ അളിയൻ നിങ്ങളെ ഒന്ന് പറ്റിച്ച് സർപ്രൈസ് തരാൻ ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടാ. ഞങ്ങൾ ലൈഫ് ഹാക്കേഴ്സ് എന്ന ചാനലിൽ നിന്ന് വരുക. ദാ ക്യാമറ ഇരിക്കുന്നു, ലൈവാണ്. ഞങ്ങൾ കാരണം നിങ്ങൾ തമ്മിൽ തല്ലിപ്പിരിയല്ലേ, പ്ലീസ്. അവർ കൈകൾ കൂപ്പി. നിനക്കൊക്കെ എന്നാത്തിൻ്റെ കേടാടാ? അല്ലെങ്കിൽ തന്നെ അവളുടെ ഒടുക്കത്തെ സംശയം കാരണം എന്നും ഇവിടെ. അത്രയും പറഞ്ഞതും അടുക്കളയിൽ നിന്നും ഒരലർച്ചയും തീഗോളവും പ്രത്യക്ഷപ്പെട്ടു. ഇത്രയും നേരം ആ വീഡിയോ പ്രൊജക്ടറിൽ പ്രസ് മീറ്റിങ്ങിന് വന്നവർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു റോഷ്നി മാരാർ IPS. അത് ഓഫ് ചെയ്തു. ശേഷം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇനി വേറെയുണ്ട് പ്രാങ്ക് എന്ന പേരിൽ കാട്ടിക്കൂട്ടി കോപ്രായങ്ങൾ. ഈ ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാന്ന് പണ്ടത്തെ കാരണവന്മാർ പറയും പോലെ. വല്ലവനും വരുമ്പോൾ അത് കണ്ടു ചിരിക്കാൻ നല്ല എളുപ്പമാണ്. നമുക്ക് വരുമ്പോഴേ പഠിക്കൂ.
ഒരു മനുഷ്യൻ ഏത് മാനസികാവസ്ഥയിലാണെന്ന് പോലും മനസ്സിലാക്കാതെ അവരുടെ ജീവിതത്തിൽ ഇടിച്ചു കയറി ചെന്ന് അവരെ ഇതുപോലെ മെൻ്റലി ടോർച്ചർ ചെയ്യുന്നതിൽ നിന്നും എന്താനന്ദമാണ് കിട്ടുന്നത്? അഞ്ജനയുടെ വിധി കണ്ടില്ലേ? ഓൾറെഡി അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ പരസ്പര ധാരണയോടെ വേർപിരിയൽ, അതിൽ തീരാവുന്ന ജീവിതം ആത്മഹത്യയിൽ കലാശിച്ചില്ലേ? അതുപോലെ തന്നെ ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ അവരുടെ ഫോൺ ഒന്ന് വിളിക്കാൻ തരാമോ എന്ന് ചോദിച്ചിട്ട് എറിഞ്ഞു പൊട്ടിച്ചു. എന്നിട്ട് അവരിരുന്ന് കരഞ്ഞപ്പോൾ അവർക്ക് മുന്നിൽ പുതിയ ഫോൺ നീട്ടിയേക്കുന്നു. അവരും ഭർത്താവും ഒരുമിച്ചുള്ള ഫോട്ടോകളും ഓർമ്മകളും മുഴുവനും അതിലായിരുന്നു. അത് വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. അവർ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഭ്രാന്തിൻ്റെ ലോകത്ത് അഭയം തേടി. അതുപോലെ തന്നെ രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞ് മടങ്ങി വന്ന യുവാവ് ഒരുത്തൻ ഗോസ്റ്റ് പ്രാങ്ക് നടത്തിയതാണ്. ബൈക്കിന് മുന്നിലേക്ക് പ്രേതത്തിൻ്റെ രൂപത്തിൽ എടുത്തു ചാടി. അത് കണ്ട് ഞെട്ടി നിയന്ത്രണം വിട്ട് ബൈക്ക് പോസ്റ്റിലിടിച്ച് ആ പയ്യൻ പണി നടന്നുകൊണ്ടിരുന്ന ഒരു ഓടയിൽ വീണു. നട്ടലെല്ലാം ഒടിഞ്ഞ് 2 അനിയത്തിമാരും ഒരമ്മയും പട്ടിണി. ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു ആ പയ്യൻ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വിഷയം നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരണം. ഇതിനെ തടയാൻ കഴിഞ്ഞില്ലെന്ന് വരാം, പക്ഷേ ഇതിനെ ഭയക്കാതെ മറ്റുള്ളവരുടെ ഇമോഷൻസ് വിറ്റ് ജീവിക്കുന്നവരെ അകറ്റി നിർത്താനും നേരിടാനും നമുക്ക് കഴിയണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പിരിയാം, ശുഭപ്രതീക്ഷയോടെ. അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് രോഷ്നി പുറത്തേക്ക് നടന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.